ചെയ്യാനൊന്നും താല്പര്യമില്ല. അതാണ് ഇവരെ കളി കണ്ടപ്പോ വോട്ട് ചെയ്യാൻ തോന്നുന്നു. വോട്ട് ചെയ്താൽ എന്താ വിചാരിക്കാന്നുണ്ടോ, അവർ ചെയ്യുന്ന പാപത്തിന്റെ ഒരു അംശം നമ്മളിലേക്ക് വരും. വോട്ട് പടവൂർ പഞ്ചായത്താ. വോട്ടൊക്കെ ചെയ്യലുണ്ട്. വികസനം പറഞ്ഞാല് വികസനമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. മാറ്റം എന്ന് പറഞ്ഞാൽ ഭരണത്തില് ഇവരെ അനീതികള് ഒഴിവാക്കിയെടുക്കുക ചെയ്യുന്നിപ്പോ രാഹുൽ മാങ്കോട്ടം ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ ഇപ്പം മറ്റേ സ്വർണം കെട്ട കേസ് കണ്ടില്ലേ മറ്റേ. പിന്നെ എല്ലാ പാർട്ടിയും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ വോട്ട് ഒഴിവാക്കില്ല, വോട്ട് ഒറ്റയൊന്നും ഒഴിവാക്കില്ല. അത് നേരത്തെ കാലത്തെ പോയിട്ട് ആർക്കും ജയിക്കില്ല എന്ന് പറഞ്ഞ ആൾക്ക് വോട്ട് ചെയ്യും. അത് വിശ്വാസികളുണ്ടെങ്കിലും ബാധിക്കല്ലോ. വിശ്വാസികളാണെങ്കിൽ അവര് വിടൂലല്ലോ. അങ്ങനെ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ്. അത് എനിക്ക് പറയാൻ പറ്റില്ല ഈ ഈ സമയത്ത് അങ്ങനെ പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. ഈ വോട്ട് എന്നുള്ളത് നമ്മൾ പറയും പോലെ അല്ല, വലിയ അടിയൊഴുക്കുകളാണ്. ഇവരെങ്ങോട്ടൊക്കെയാ വലിക്കുക, എങ്ങനെയാ പോവാന്നൊന്നും പറയാൻ പറ്റില്ല. ഇഷ്യൂ എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ബുദ്ധിമുട്ടില്ല, പാവപ്പെട്ടവർക്ക് വേണ്ടൊന്നും കിട്ടൂല. ഈ പാവപ്പെട്ടവൻ ചോദിക്കുമ്പോൾ പിന്നെ പാവപ്പെട്ടവനാണ് എനിക്ക് തരാൻ പറ്റില്ല. വലിയവന്റെ അപേക്ഷ ചോദിക്കുമ്പോൾ അപ്പോൾ അവൻ പറയും വലിയവൻ്റെതാണ് എനിക്ക് തരാൻ പറ്റില്ല. ഇതിന്റെ രണ്ടിൻ്റെയും കൂടി ഇടയിൽ കിടക്കുന്നതിൽ പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരെ ബുദ്ധിമുട്ടാണ്. അതായത് വലിയവന്റെ ഇവിടെ അപേക്ഷിച്ചാൽ ആ വലിയവർക്കുള്ള വലിയ വരുമാനമുള്ള ആൾക്കാർക്കുള്ളതാണ്. ചെറിയവന്റെ അപേക്ഷിച്ചാലോ എനിക്ക് പിന്നെ വരുമാനമുള്ള ആളാണ് എന്ന് അറിയും. പിന്നെ നമ്മൾ എവിടെയാ കൊടുക്കുക? ഒന്നും കിട്ടില്ല, ഒന്നും തരലുമില്ല, ചോദിക്കലുമില്ല. ചോദിച്ചിട്ട് കാര്യമില്ല, അവർ വിചാരിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. പാവപ്പെട്ടവനാണെങ്കിൽ അതിനെ കൊണ്ട് കാര്യമില്ല. അതായത് പാവപ്പെട്ടവനാണെങ്കിൽ രാഷ്ട്രീയക്കാരെടുത്ത് പാവപ്പെട്ടവനായിരിക്കണം, എന്നെങ്കിലും നമ്മൾ പാവപ്പെട്ടവനാകും. അല്ലാണ്ട് പാവപ്പെട്ടവനായിട്ട് കാര്യമില്ല. അതേ പറയാം.